ഹായ് ഗായ്സ്, കോഴിക്കോട് ബീച്ചിൽ നടക്കുന്ന എക്സ്പോ കാണാൻ പോയവർക്കും കാണാൻ പോകാൻ ഉദ്ദേശിക്കുന്നവർക്കും ഇനി കാണണ്ട എന്ന് വിചാരിക്കുന്നവർക്കുള്ളൊരു വീഡിയോ ആണ് കേട്ടോ. നിങ്ങൾക്ക് വേണമെങ്കിൽ പോയി കാണാം, നേരിട്ട് കാണുമ്പോൾ മറ്റൊരു അനുഭവമായിരിക്കും. ഏതായാലും അതിൻ്റെ വീഡിയോ ഞാൻ ഇവിടെ കാണിച്ചു തരാണ്. നമ്മൾ കയറുന്ന സമയത്ത് തന്നെ ഒരു ബോട്ടിൽക്കാണ് കയറുന്നത്. അതിൻ്റെ ഇരിക്കുന്ന സംഭവങ്ങളൊക്കെ ഉണ്ട്, ജസ്റ്റ് ഒരു ഡമ്മി മാത്രം കേട്ടോ. അവിടുന്ന് ഉള്ളോട്ട് കയറി കഴിഞ്ഞാൽ ഈ റോബോട്ടിക്സുമായിട്ട് ബന്ധപ്പെട്ട് കാര്യങ്ങളൊക്കെ പഠിക്കുന്നവർക്കൊരു പക്ഷേ ഉപകാരപ്പെടുക, അല്ലാത്തവർക്ക് വലിയ കാര്യമൊന്നുമില്ല കേട്ടോ. നമുക്കൊന്നും മനസ്സിലാകുന്നില്ല. വെൽക്കം ചെയ്യാൻ ഒരു റോബോട്ട് എങ്ങനെ ഉണ്ട്, അത് കഴിഞ്ഞിട്ട് അതിൻ്റെ മെറ്റീരിയൽസും കാര്യങ്ങളും എങ്ങനെയാണ് ഇത് ഉണ്ടാക്കുന്നത്, എന്തൊക്കെയാണ് അതിൻ്റെ പ്രവർത്തനങ്ങൾ, ആരും പറഞ്ഞു തരാനൊന്നുമില്ല, നമ്മൾ കണ്ട് തന്നെ മനസ്സിലാക്കും. പിന്നെ പല സംഭവങ്ങളും നമ്മളൊരു ഫാന് പോലെ ഒരു സാധനം കാണുന്നുണ്ട്. ഇത് ഈ കാണുന്നത് കണ്ടോ, ഷോപ്പിൻ്റെ പരസ്യങ്ങൾക്ക് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാര്യങ്ങൾക്കൊക്കെ നമ്മൾ നേരത്തെ കണ്ടിട്ടുണ്ട്. അതിൻ്റെ ഈ ഇതിങ്ങനെ കറങ്ങുന്ന സമയത്ത് പലതുമായി മാറും. അതേപോലെ ഇത് ഹോട്ടലിലേക്ക് പറ്റിയതാണെന്നാണ് എനിക്ക് കണ്ടിട്ട് മനസ്സിലായത്. അങ്ങനെയാണെന്ന് തോന്നുന്നു. വെയിറ്ററൊക്കെ ആയിട്ട് ഉപയോഗിക്കാൻ പറ്റിയൊരു സാധനം. വീട്ടിൽ കൊണ്ടുവച്ചാലും ഒരു പക്ഷേ എന്തെങ്കിലും സാധനമൊക്കെ എടുത്തു വെച്ചാൽ നമുക്ക് സെറ്റ് ചെയ്യുന്നതിനനുസരിച്ച് അത് ഇന്ന സ്ഥലത്തേക്ക് എത്തിക്കും. അതേപോലെ ഇത് കുക്കിംഗ് മെഷീനാണ്, ഫുഡ് ഉണ്ടാക്കുന്നതും കാര്യങ്ങളും ഒക്കെ ആയിട്ടുള്ള. ഇപ്പം ഉണ്ടാക്കുന്നൊന്നുമില്ല, ജസ്റ്റ് നമുക്ക് അതിൻ്റെ ഒരു ഇതിങ്ങനെ കണ്ടങ്ങനെ പോവാം, അത്ര ഈ കാണുന്നത് പോലെ. ഓക്കെ, ഇത് പിന്നെ പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ലല്ലോ. ഈ കാണുന്നതാണ് നമ്മളെ കൃഷി സ്ഥലത്തൊക്കെ പരന്ന് തളിക്കാൻ ഉപയോഗിക്കുന്ന ഡ്രോൺ. പല വീഡിയോസിലും ഇത് കണ്ടിട്ടുണ്ടെങ്കിലും ഇതിൻ്റെ വലുപ്പം ഏകദേശം നമുക്ക് അത്രത്തോളം മനസ്സിലായില്ലേനും. അതുപോലെ തന്നെ ആയിരിക്കും ഈ വീഡിയോ കാണുമ്പോഴും നിങ്ങൾക്ക് വലുപ്പം ഒരു പക്ഷേ അത്രത്തോളം എടുത്ത് കിട്ടില്ല. പക്ഷേ നല്ല വലുപ്പമുണ്ട് കേട്ടോ, അത്യാവശ്യം വലിയതാ. പിന്നെ അത് കഴിഞ്ഞുള്ളോട്ട് പോകുന്നേരം നമ്മൾ ഫോട്ടോസിനും വീഡിയോസിനൊക്കെ വേണ്ടിയിട്ട് ഈ ഒരു സംഭവം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. പല ഫ്ലവറും പൂമ്പാറ്റയും മറ്റും മറിച്ചൊക്കെ ആയിട്ട് വലിയൊരു സംഭവം നല്ല കേട്ടോ. ഇങ്ങനെ കാണുന്നേരം ഒരു പക്ഷേ എന്തൊക്കെ ആയിട്ട് നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ടാവാം, എനിക്ക് തോന്നുന്നുണ്ട്. പക്ഷേ അവിടെ എത്തി നേരിട്ട് കാണുമ്പോൾ അത്രത്തോളം ഒന്നുമല്ല. അത് കഴിഞ്ഞ് നേരെ നമ്മൾ അക്വേറിയം സെക്ഷനിലേക്ക് എടുക്കുകയാണ്. അപ്പോൾ ഇനി നമ്മൾ കൂടുതൽ പറയേണ്ടല്ലോ, വീഡിയോസ് കാണല്ലേ. എക്സ്പോൻ്റെ സ്റ്റാർട്ടിങ്ങിൽ പോയ കുറച്ച് ആൾക്കാരോടാണ് കേട്ടോ ചോദിക്കുന്നത്. ഇപ്പോൾ സത്യത്തിൽ വെള്ളത്തിലൊക്കെ ഒരു മങ്ങൽ പോലെ ഉണ്ട്.
അപ്പോൾ നിങ്ങൾ ആദ്യം പോയ സമയത്ത് ഇങ്ങനെ തന്നെ ആയിരുന്നോ എന്നുള്ളതൊന്ന് പറഞ്ഞു തരണം കേട്ടോ, ഒന്ന് കമൻറ്റ് ചെയ്തേണേ. അങ്ങനെ അക്വേറിയത്തിൻ്റെ വിഷ്വൽസൊക്കെ കഴിഞ്ഞ് ഇനി നമുക്ക് കുറച്ച് ആമസോൺ കാടുകളിലൂടെ പോകട്ടെ. അങ്ങനൊന്നുമില്ല കേട്ടോ, കുറച്ച് ഒറ്റ പാമ്പ് മാത്രം, ഒരു അനക്കോണ്ട 1 വയസ്സ് മാത്രം. കണ്ടാൽ നമുക്കൊന്നും തോന്നാനുമില്ല. പിന്നെ ഏറ്റവും ആകർഷകമായിട്ടുള്ളൊരു സംഭവം ഇതാണ് കേട്ടോ. ഇത് ഭയങ്കര രസമാണ്, കുട്ടികളൊക്കെ നന്നായിട്ട് എൻജോയ് ചെയ്യുന്നുണ്ട്. ഇതിൻ്റെ മുമ്പിൽ നിന്നിട്ട് ഒരു റോബോട്ട്, ഇതുവരെ കാണാത്തൊരു സാധനം, ഇത് മാത്രമാണ് അതിൻ്റെ ഉള്ളിലൊരു പ്രത്യേകതയായിട്ട് കണ്ടത്. പൈസ മുതലാവുമെന്ന് വെച്ചാൽ ഇത് കണ്ടിട്ടുള്ള പൈസ മുതലാവുന്നതേ ഉള്ളൂ. അപ്പോൾ നമ്മൾ ഈ വിഷ്വൽസ് കൂടിയും കണ്ട് പിന്നെ ബാക്കി കഥകൾ പറയട്ടോ. അപ്പോൾ ഈ ഒരു പ്രോഗ്രാം കഴിയുന്നത് കൂടെ എക്സ്പോ എൻഡായി. പിന്നെ നമ്മൾ പതിവ് പോലെ കാണാറുള്ള ഒരുപാട് സാധനങ്ങൾ വിൽക്കാൻ വെച്ച പഴയ മിഠായികൾ, അതേപോലെ ഇങ്ങനെ പഴയകാല കുറച്ച് സംഭവങ്ങളൊക്കെ എല്ലാ എക്സ്പോയിലും ഉണ്ടാകുന്ന സാധനങ്ങൾ തന്നെ. അത് കഴിഞ്ഞ് മുമ്പോട്ട് പോയാൽ ഫുഡ് ഐറ്റംസ് ഉണ്ട്, പിന്നെ പോയാൽ പുറത്തെത്തുകയും ചെയ്യും. അത് തന്നെ കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട.